മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയും കൂടി രാത്രിയിൽ മുറിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, എങ്കിലും എല്ലാരും വിശ്വസിച്ചല്ലോ പൊട്ടന്മാര്. 50 ലക്ഷം കിട്ടിയെന്നങ്ങനെ അറിഞ്ഞാലേ നമ്മുടെ എല്ലാ കള്ളത്തിലും അവസാനിച്ചതിനല്ലേ. ശ്രുതി പറയാണ്, ഒന്നും മിണ്ടാതിരിക്കുക, നിങ്ങൾ തന്നെ എല്ലാവരും അറിയിക്കാൻ തോന്നല്ലോ. സച്ചിക്ക് ഇപ്പോഴും സംശയമുണ്ട്. എന്ത് സംശയം? അവന് സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് അതൊക്കെ പറയാം. നിങ്ങളുടെ അനിയനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലാഞ്ഞിട്ടാ. അവനെ കൂർമ്മ ബുദ്ധിയുള്ളവനാ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വെള്ളം എടുക്കാനായിട്ട് രേവതി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. തിരികെ വരുമ്പോഴായിരിക്കും ഇവർ സംസാരം കേൾക്കുന്നത്. അച്ഛനെ കൊടുത്ത 50 ലക്ഷം രൂപ എന്ന് പറയുമ്പോഴേക്കും രേവതി ഉറക്കാണ്. 50 ലക്ഷം രൂപയോ? അച്ഛന്റെ പൈസയും കൊണ്ടല്ലേ ഇവന് ആ പെണ്ണിന് കൊടുത്തുവിട്ടത്. അതിനെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്താണെങ്കിലും ഒന്ന് കേട്ടു നോക്കാമെന്ന് കരുതിക്കൊണ്ട് രേവതി ആ റൂമിന്റെ അരികിലേക്ക് പോവാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതെ പതിയെ പറ, ആരെങ്കിലും കേട്ടാലോ? ആര് കേൾക്കാനാ? രാത്രി ആയില്ലേ, എല്ലാവരും നല്ല ഉറക്കമായിരിക്കും. എന്തായാലും നമ്മൾ ബിസിനസ് ഒക്കെ തുടങ്ങി അത് വെച്ചടി കയറിക്കൊണ്ടിരിക്കാം. ഇനിയിപ്പം ആരറിഞ്ഞാലും കുഴപ്പമില്ലേ? നമ്മളിപ്പോഴും ക്രെഡിറ്റിൽ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 50 ലക്ഷം രൂപയെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ബാക്കി പൈസയെല്ലാം ക്രെഡിറ്റ് കിടക്കാണ്. അതുകൊണ്ട് ബാക്കി എല്ലാ പണവും നമുക്കിനി ലാഭം കിട്ടേണ്ട കേസ് കിടക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പേ തന്നെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞാലേ ഈ 50 ലക്ഷം രൂപ എവിടെ നിന്നെടുത്തിട്ട് കൊടുക്കും എന്ന് ചോദിക്കാണ്. രേവതി ഓർക്കുന്നുണ്ട്, 50 ലക്ഷം രൂപ കൊടുക്കാനോ? ആർക്ക് കൊടുക്കാൻ? അത് ഇവളുടെ അച്ഛൻ തന്നാന്നല്ലേ പറഞ്ഞത്, പിന്നെ അത് ആർക്ക് കൊടുക്കാനാ എന്ന് രേവതി പുറത്തുനിന്ന് ആലോചിക്കുന്നുണ്ട്. ശ്രുതി പറയാണ്, എന്റെ അച്ഛൻ നൽകിയതാണെന്നാ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അതെങ്ങാനും കള്ളത്തിലാണെന്ന് അറിഞ്ഞാലേ എല്ലാം അവസാനിച്ചു. നിങ്ങളുടെ അമ്മയോ അനിയനോ അങ്ങനെ കണ്ടുപിടിച്ചാലേ എല്ലാം തീർന്നു എന്ന് പറയുന്നുണ്ട്. രേവതി പുറത്തുനിന്ന് ആലോചിക്കാണ്. അപ്പോ ഇവളുടെ അച്ഛൻ കൊടുത്തല്ലേ? പിന്നെ ഇവളുടെ അച്ഛൻ കൊടുത്താൽ ഇവളെന്തിനാ കള്ളം പറഞ്ഞത്? ആ പൈസ പിന്നെ എവിടെ നിന്നായിരിക്കും എന്ന് രേവതി ആലോചിക്കാണ്. ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും കൃത്യസമയത്താ നീലിമ നിന്റെ പാർലറിൽ തന്നെ വന്ന് മേക്കപ്പ് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി വന്നതും നീ പിടിച്ചു വെച്ചതും എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചതും കാശ് മേടിച്ചതും എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി ഓർക്കാണ്, ഇവരെന്തൊക്കെയാ പറയുന്നേ? നീലിമ വന്നെന്നോ? പൈസ മേടിച്ചെന്നോ? നീലിമയല്ലേ അന്ന് ആ പണവും കൊണ്ട് കടന്നു കളഞ്ഞവള്? അപ്പോൾ അവള് വന്നോ? ആ പൈസയാണോ 50 ലക്ഷം രൂപ എന്നൊക്കെ ഇവൾ ആലോചിക്കാണ്. ഈശ്വര, അപ്പൊ ഇവരെല്ലാരും ചതിക്കായിരുന്നോ? ഈ ബിസിനസ് തുടങ്ങാനായിട്ട് അവളുടെ അച്ഛൻ കൊടുക്കുന്ന കാശപ്പോ അതായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേവതിയോട് നിൽക്കാണ്. ശ്രുതി പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ള ഭിത്തിക്ക് പോലും ചെവിയും കാതും കണ്ണും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ സൂക്ഷിച്ചു വർത്താനം പറ. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇപ്പൊ നല്ല ഹാപ്പിയില്ല. ഇത്രയും കാലം ഡിഗ്രി ഉണ്ടായിട്ട് പോലും എനിക്ക് യാതൊരു ശമ്പളവും ഇല്ല, ജോലിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സച്ചിയും ശ്രീകാന്തും വീട്ടുകാരൊക്കെ എന്നെ എന്തുമാത്രം പുച്ഛിച്ചു. എന്റെ അമ്മ മാത്രം എനിക്ക് സപ്പോർട്ട് തന്നത്. എല്ലാരും കൂടി എന്നെ എന്തൊക്കെയാ പറഞ്ഞത്. ഇപ്പൊ എന്തായാലും ആർക്കും ഒന്നും പറയാനില്ല. ഞാനിപ്പോ വലിയൊരു ഹോം അപ്ലയൻസസിന്റെ മുതലാളിയല്ലേ എന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, അതെ മുതലാളിയാണ്, പക്ഷെങ്കിലേ കഷ്ടപ്പെട്ടാൽ മാത്രമേ ആ പൊസിഷനിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ നോക്ക്, എന്റെ അച്ഛൻ ഇത്രയും കോടീശ്വരനാ, ഇത്രയും കാശുണ്ട്. എന്നിട്ടും ഞാൻ വല്ലോരം കീഴിൽ പോയി ഒരു പാർലറിൽ ജോലി ചെയ്യലേ? അതെന്തുകൊണ്ടാ? നമ്മൾ അധ്വാനിക്കണം, എങ്കിലേ നമ്മളുടെ കാശ് വരുള്ളൂ. വർഷയുടെ കാര്യം ആലോചിച്ച് നോക്ക്. അതുപോലെ എന്നെ കോടീശ്വരന്റെ മോളല്ലേ, എന്നിട്ടും വല്ലോരം കീഴിൽ പോയി ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നില്ലേ? അവൾ എന്തുകൊണ്ടാ? അവള് മാസം സാലറി വാങ്ങിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മളിൽ എത്ര കാശുണ്ടെങ്കിലും വീണ്ടും നമ്മൾ അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ അതൊക്കെ സ്ഥിരമാവുള്ളൂ. അല്ലാതെ എന്റെ കുറച്ച് കാശൊന്നും പറഞ്ഞ് ചുമ്മാ കയറി ഇരുന്നാലേ ആരും കൊണ്ടൊന്ന് കാശ് തരില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, എന്തായാലും എനിക്ക് വലിയ സമാധാനമായി. കുറച്ച് ദിവസം കൊണ്ടേ സന്തോഷമായിട്ട് ഉറങ്ങുന്നത്. പക്ഷെ അന്ന് നമ്മളെ 4 ലക്ഷം രൂപ പറ്റിച്ചോണ്ട് പോയില്ലേ, അവനെ കാണാം എന്റെ കൈ കിടണം, ഇടിച്ചാൻ എന്നെ ശരിയാക്കും. നിങ്ങൾ ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. എന്തായാലും ഞാനും കൂടി ആ കാലങ്ങളിൽ ഏറ്റെടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടായിപ്പോ കള്ളത്തരമൊന്നും ഇല്ലാതെ പോകുന്നത്. അതേ ശ്രുതി, നീ എന്റെ ഭാഗ്യ. നീ അന്ന് ആ ഐഡിയ പറഞ്ഞില്ലാന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താനെ? എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞു പോയേനെ. അന്ന് തന്നെ ആ പൈസ ഞാൻ കൊണ്ട് എല്ലാവർക്കും കൊടുത്തേനെ, 3 ആയിട്ട് വീതിക്കുകയും ചെയ്തേനെ. അതോടുകൂടി അതിന്റെ പരിപാടി കഴിഞ്ഞേനെ എന്നും ശ്രുതി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ആകെപ്പാടെ ഷോക്കായി നിൽക്കാണ് രേവതി. സച്ചുടി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവൾ നേരെ അവളുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളുടെ അനിയൻ സച്ചി ഇതറിയാത്തടത്തോളം കാലം നമുക്ക് ലെക്കാണ്. അറിഞ്ഞങ്ങണം കഴിഞ്ഞാലേ എല്ലാം അവസാനിച്ചു. അതോടുകൂടി എല്ലാം തീർന്ന് കണക്കാക്കിയാൽ മതി. അവനെങ്ങാനും അറിഞ്ഞാ നമ്മളെ നിർത്തി പൊരിക്കും. നിങ്ങളെ പിന്നെ ഒന്ന് പേടിപ്പിച്ചാൽ മതി, നിങ്ങളുടെ വായിന്നെല്ലാം പുറത്തു വരും. അത് പിന്നെ പണ്ടേ ഞാൻ അങ്ങനെ ശ്രുതി, ഞാൻ ഈ സച്ചിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവനൊക്കെ പക്ക ഫ്രോഡാ, റൗഡി. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അവൻ അടിക്കും. അതെനിക്ക് പേടിയാ. ഞാൻ തിരിച്ചങ്ങനെ ആരെയും കൈവെക്കാറില്ല. അതുകൊണ്ടാ അവൻ ഇത്രയ്ക്ക് നിങ്ങളുടെ ദേഷ്യവും അടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത്.
ഒരു പട്ടിയുടെ അടുത്ത് നമ്മൾ പോയി നിന്നാലേ നമ്മൾ പേടിച്ചാലേ പട്ടിക്ക് പേടി ഉണ്ടാവുള്ളൂ. നമ്മൾ കൂടെ നിന്നാൽ പട്ടി നമ്മളെ നോക്കി പേടിക്കും എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും പറയുന്നുണ്ട്. അത് ശരിയാ, ഞാൻ പണ്ടേ ഒരു പട്ടിയെ കൊണ്ട് ഓടിയപ്പോഴാ പട്ടി എന്നിട്ട് ഓടിച്ച് കടിച്ചത്. നിങ്ങളെ പട്ടി കടിച്ചിട്ടുണ്ടോ? പിന്നല്ലാതെ ദാ എന്റെ ഇവിടെയായിട്ട് പട്ടി കടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രുതി പറയുമ്പോൾ ഒന്ന് പോ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അവിടെ ഇരിക്കായിരിക്കും. ഇതേ സമയത്ത് തന്നെ ഈ വലിയൊരു ബോംബുമായിട്ട് രേവതി അവളുടെ മുറിയിലേക്കും പോയിട്ടുണ്ട്. നമ്മുടെ സച്ചി അന്ന് അവളുടെ കൂടെ അവിടെ തന്നെ കിടക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തറയിൽ കിടക്കായിരിക്കും രണ്ടുപേരും. സച്ചി പറയാണ്, നീ കുറെ നേരം ആയാലോ വെള്ളം എടുക്കാൻ പോയിട്ട് ഇപ്പോഴാണോ വരുന്നത്? സച്ചിയേട്ടാ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, എന്താന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ, ഞാൻ പറയാമെന്നും പറഞ്ഞിട്ട് സച്ചിയുടെ അടുത്തേക്ക് വന്ന് രേവതി ഇരിക്കുന്നുണ്ട്. അല്ല, ആ 50 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടിയതാന്ന് ശ്രുതി പറഞ്ഞത്? അത് നീ കേട്ടതല്ലേ? അവളുടെ അച്ഛനെങ്ങാണ്ട് ആർക്കും അയച്ചു കൊടുത്തനോ, ആ ഇളയച്ചനെങ്ങാണ്ട് വരുന്നിട്ട് ഇവക്ക് അയച്ചു കൊടുത്തനോ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടു. എങ്കിലേ അതൊന്നുമല്ല സത്യം. പിന്നെ എന്ത് സത്യം? ഞാനിപ്പോൾ വെള്ളം എടുക്കാൻ പോയപ്പോ അവരുടെ മുറിഞ്ഞ സംസാരം കേട്ട് ഞാൻ പോയി നോക്കിയതാ. എന്താ അവര് പറഞ്ഞേ? ആ നീലിമയില്ലേ പണ്ട് സുധിയെ പറ്റിച്ചുകൊണ്ട് ഒളിച്ചോടി പോയ ആ പെണ്ണ് നമ്മുടെ അച്ഛൻ്റെ 50 ലക്ഷം രൂപയും കൊണ്ടുപോയില്ലേ? ആ 50 ലക്ഷം ഇത്. നീ എന്തൊക്കെയാ പറഞ്ഞേ? ആ 50 ലക്ഷമോ? അതേ സച്ചേട്ടാ, ആ 50 ലക്ഷം തന്നെയാ. നിന്നോടത് ആര് പറഞ്ഞു? ഞാനിപ്പോ അവരുടെ സംസാരം കേട്ടതാ. അവര് പറയാണ് നീലിമ അവരുടെ പാർലറിൽ വന്നിരുന്നെന്ന്. അപ്പൊ ഇവർ രണ്ടിനും പിടിച്ചു വെച്ചൊന്നും സ്റ്റേഷനിൽ പോയെന്നോ, അങ്ങനെ ആ പൈസ മേടിച്ചെന്നൊക്കെയാ ഇവര് പറഞ്ഞത്. പലിശയും ചേർത്ത് ഇവര് മേടിച്ചെന്നൊക്കെയാ പറയുന്നേ. അങ്ങനെയാണെങ്കിൽ അവര് വെറുതെ പറ്റില്ലല്ലോ. അന്നേ എനിക്ക് തോന്നി, ഞാനെന്നെ ചോദ്യം ചെയ്തതല്ലേ, എന്തൊക്കെയോ സംശയം എനിക്ക് തോന്നിയതാ. അവന്റെ ഉരുണ്ടുകളിയും ജയിലിൽ കിടന്ന ആളെ കാശ് അയച്ചു പോലും കള്ളിയും കള്ളനും. ഇന്ന് തന്നെ രണ്ടെണ്ണത്തിനെ ഞാൻ കയ്യോടെ പിടികൂടുമെന്ന് പറഞ്ഞ് എണീച്ച് പോകാൻ നേരം അവളെ കയ്യെ പിടിക്കാണ് രേവതി. എന്നെ പൊന്നു സച്ചിയേട്ടാ, ദയവിത് ആരെ അറിയിച്ച് കോളവാക്കല്ലേ. ഞാൻ കേട്ടതല്ലേ ഉള്ളൂ, സത്യമാണെന്ന് അറിയോ? സത്യമാണെന്നേ. അവനൊന്ന് പേടിപ്പിച്ച അവന്റെ വായന മുത്തുമുത്തു പോലെ വീണോളും. നീ ഉണ്ടായിരിക്കുക, നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞിട്ട് സച്ചി അവളുടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോവാണ്. സച്ചിയേട്ടാ വേണ്ട, ഞാൻ കേട്ടെന്ന് പറയല്ലേ. വേണ്ട, ഞാൻ കേട്ടെന്ന് പറഞ്ഞോളാം, നീ മിണ്ടാതെ വായെന്നും പറഞ്ഞിട്ട് ഇവിടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോവാണ്. ഹാളിൽ വന്നിട്ട് അവനാണെങ്കിൽ നീട്ടി ബെല്ലടിക്കുന്നുണ്ട്. എല്ലാവരും ഇതാരും രാത്രിയിലെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം വീണ്ടും ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും എന്തെന്നറിയാൻ വേണ്ടി ഹാളിലേക്ക് വരുന്നുണ്ട്. ശ്രുതിയും അച്ഛനും അമ്മയും വർഷയും ശ്രീകാന്തും എല്ലാവരും വരുന്നുണ്ട്. രേവതി ആകെപ്പാടെ പേടിച്ചു വരച്ച് നിൽക്കുന്നുണ്ട്. അച്ഛൻ ചോദിക്കുകയാണ്, എന്താ മോളെ രേവതി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താ പേടിച്ചിരിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ എന്ന് രേവതി പറയുന്നുണ്ട്. ചന്ദ്ര ചോദിക്കാണ്, നിനക്കെന്താടാ രാത്രി ഉറക്കമൊന്നുമില്ലേ? ബാക്കിയുള്ളവരുടെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവർക്കും നാളെ ജോലിക്ക് പോകേണ്ടതാ. നിനക്ക് വണ്ടി വെക്കേണ്ടതാണല്ലോ ഉറങ്ങാം. ഇവിടെ അങ്ങനൊന്നും അല്ല. നിനക്ക് എന്തിനു സോക്കേടാ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ദേഷ്യപ്പെടുമ്പം അമ്മ മിണ്ടാതിരിക്കുക. അമ്മയ്ക്കല്ലെങ്കിലും എന്നെ കണ്ട ചതുർത്ഥിയാണെന്നൊക്കെ എനിക്കറിയാം. അമ്മ സ്നേഹിക്കുന്ന പുന്നാര മോനുണ്ടല്ലോ, അവനെ ഞാനൊന്ന് കൊടയാൻ പോവാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പേടിയോട് നോക്കാണ്. ഈശ്വര എന്താണ് അടുത്തെന്ന് ഓർത്ത്, എടാ നീ ഇങ്ങോട്ട് നീങ്ങിനെന്ന് പറയുമ്പോഴേക്കും ശ്രുതി കൈക്ക് പിടിച്ചിട്ട്, എന്താ സച്ചി, എന്താ കാര്യം? പാതിരാത്രിക്ക് എന്തിനാ നീ സുധിയെ വിളിക്കുന്നത്? അയ്യോ, ഞാൻ സുധിയെ എങ്ങും കൊണ്ടുപോകാനെന്ന് വിളിക്കല്ല, ഇങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കാനല്ലേ പറഞ്ഞുള്ളൂ. ദേ ഒരടി നീങ്ങിന്നാ മതി. ഇല്ല, സുധി ഇവിടെ തന്നെ നിൽക്കും. സച്ചി കാര്യം പറ എന്ന് പറയുമ്പോഴേക്കും ശരി ആയിക്കോട്ടെ, ഞാൻ കാര്യം പറയാം. അല്ല, അന്ന് ഒരു 50 ലക്ഷം രൂപയുടെ കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ, അത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ശ്രുതിയും മുഖത്തോടെ മുഖം നോക്കി പേടിച്ച് നിൽക്കുന്നുണ്ട്. പറടാ സുധി, നിനക്ക് എവിടുന്നാ പൈസ കിട്ടിയേ? അത് അന്ന് പറഞ്ഞല്ലേ. അത് പിന്നെ ഇവളുടെ അച്ഛൻ കൊടുത്തോ? അച്ഛൻ ആരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തത്? അത് പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക്. നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടല്ലേ? ആര് വഴിയെ തന്നത്? അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്താ സച്ചി ഇത് വീണ്ടും ചോദിച്ചോണ്ടിരിക്കുന്നേ? എൻ്റെ ഇളയച്ചൻ്റെ കയ്യിൽ കൊടുത്താന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ആവശ്യത്തെ ചോദ്യങ്ങളൊക്കെ? ചന്ദ്ര പറയുന്നുണ്ട്, മോളെ ഇവന് വട്ടാ. മോളും മോനും ഇപ്പൊ ബിസിനസ്സിൽ നന്നായിട്ട് തഴച്ചു വളരുമല്ലേ, അതും കൊണ്ടുള്ള ഇവന്റെ അസൂയ ഇതൊക്കെ. ഇവൻ ഇങ്ങനെയൊക്കെ ചോദിക്കും. മോളൊന്നും കാര്യമാക്കണ്ടെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. സച്ചി പറയാണ്, കാര്യമാക്കേണ്ട കാര്യമുണ്ടമ്മ എനിക്ക്, കാരണം അത് എൻ്റെ കൂടെ കാശാണെന്ന് പറയുമ്പോൾ ചന്ദ്ര ചോദിക്കാണ്, നീ എന്താ പൊട്ടത്തരം പറയുന്നത്? അവളുടെ അച്ഛൻ അയച്ചു വന്ന കാശെങ്ങനെ നിന്റേതാവുന്നത്? അത് അവളുടെ മാത്രം സ്വന്തം കാശാ. ഇപ്പൊ അതുകൊണ്ട് അവർ ബിസിനസ് തുടങ്ങി വിജയിച്ചു വന്നപ്പോ നിനക്ക് അസൂയ മൂത്തലയിടാന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കങ്ങനെ ഒരു അസൂയയില്ല. സത്യം പറ സുധി, ആ കാശ് എവിടുന്നാന്ന് എന്ന് ചോദിക്കാണ്. ശ്രുതിയാണെങ്കിലോ ശ്രുതിയെ നോക്കുമ്പോൾ കണ്ണടച്ച് കാണിക്കാണ് ശ്രുതി. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവളുടെ അച്ഛൻ തന്ന കാശാ. മിണ്ടി പോകരുന്നീ, അടിച്ചിന്റെ നെഞ്ചും കൂടി ഞാൻ കലക്കും. സത്യം പറയാന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈ പിടിപ്പിച്ചിട്ട് അവനെ അവിടുന്ന് പൊക്കി മാറ്റി നിർത്തുകയാണ് കേട്ടോ നമ്മുടെ സച്ചി. ശ്രുതിയെടുത്ത് മാറിയപ്പോ തന്നെ ശ്രുതിക്ക് നല്ല പേടിയായി തുടങ്ങി. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, നീലിമ എന്ന കാശിലടാത് എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി അപ്പോഴേക്കും ഒന്ന് വിറക്കുകയാണ്. ശ്രുതിയും, പറയടാ
നീലിമ വന്നാൽ കാശറിയാത് എന്ന് ചോദിക്കാണ്. അത് പിന്നെ എന്ന് പറയുമ്പം അച്ഛൻ അമ്മയെ കേട്ടോ, നീലിമയെ ഇവരെ പാർലറിലേക്ക് പോയിരുന്നു. അവിടെ വച്ച് രണ്ടുപേരും കൂടി നീലിമയെ പിടികൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കേസാക്കിയിട്ട് ലാസ്റ്റ് പലിശ ചേർത്ത ആ കാശ് നീലിമ തിരികെ നൽകിയെന്ന് പറയുന്നുണ്ട്. ചന്ദ്ര ചോദിക്കാണ്, ആണോടാ സത്യമുണ്ടെ കേൾക്കുന്നതൊക്കെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അയ്യോ അമ്മയമ്മ കള്ളം പറയുന്നതാണെന്ന് പറയുന്നുണ്ട്. ദേ സത്യമാണ്, കള്ളമാണോടാ പറയടാന്ന് പറഞ്ഞിട്ട് സച്ചി ഇവന്റെ കൈക്ക് പിടിച്ച് തിരിച്ച് ഒടിക്കാൻ പോകുമ്പോഴേക്കും അയ്യോ സത്യം പറയാവേ, നീലിമ വന്ന കാശാണേന്ന് പറഞ്ഞ് വിളിച്ചു കൂവുന്നുണ്ട്. ഇത് കേട്ട് ആകപ്പാടെ ഷോക്കായി നിൽക്കാണ് എല്ലാവരും. ശ്രുതിയാണെങ്കിലും ഈശ്വര എല്ലാം പണിയും പാളിയില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്ര വരികയാണ്. എന്നാടാ പറഞ്ഞത്? നീലിമ വന്ന കാശാണത്? അമ്മേ അത് പിന്നെ എന്നോട് ക്ഷമിക്കണം, അത് നീലിമ വന്ന കാശാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഒറ്റടി അടിക്കൂട്ടോ കർണക്കുറ്റിക്കിട്ട്. നീ എന്നിട്ടുണ്ട് കള്ളത്തരം പറഞ്ഞല്ലേടാ എന്നും പറഞ്ഞിട്ടായിരിക്കും ചന്ദ്ര അവന്റെ നേരെ ചേറ് പായുന്നത്. രവി ചോദിക്കാണ്, ചന്ദ്രേ സത്യം പറ, നിനക്കറിയില്ലേ അതോ നീ എല്ലാം പറഞ്ഞിട്ടും ഇവനെ കൂട്ടു നിൽക്കാറുന്നോ? അയ്യോ രവിയേട്ടാ എനിക്കറിയില്ല എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ചന്ദ്ര ചോദിക്കാണ്, നീയല്ലേ പറഞ്ഞത് ശ്രുതിയുടെ അച്ഛൻ തന്നാണ് എന്നിട്ടോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ശ്രുതി കരഞ്ഞോണ്ട് പറയാണ്, അമ്മേ ഇതെല്ലാം ശ്രുതിയുടെ ഐഡിയ ആയിരുന്നു. ഞാൻ പറഞ്ഞത് കാശ് അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാന്ന്. ശ്രുതിയാ പറഞ്ഞത് വേണ്ട അത് കൊടുത്താൽ മൂന്നായിട്ട് ഭാഗിക്കും, നമുക്ക് അതുകൊണ്ടൊരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞത് ശ്രുതി അമ്മയെന്നും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി സത്യങ്ങളെല്ലാം വിളിച്ചു കൂവാണ്. ശ്രുതിയാണെങ്കിലോ ആകെപ്പാടെ പെട്ടു നിൽക്കാണ്. ചന്ദ്രൻ മുമ്പോട്ടേക്ക് വന്നിട്ട്, സത്യമാണ് ശ്രുതി ഞാൻ കേൾക്കുന്നതൊക്കെ, നിന്റെ അച്ഛൻ അയച്ച പൈസ അല്ലേ അത് രവിയേട്ടന്റെ പെൻഷൻ കാശാണോ എന്ന് ചോദിക്കാണ്. അത് പിന്നെ അമ്മ അന്നത്തെ അവസ്ഥയിലെന്ന് പറയുമ്പോഴേക്കും ഒറ്റടി അടിക്കുന്നത് നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ കർണക്കുറ്റിയെ നോക്കിയിട്ട്, പെരുങ്കള്ളി നീ അപ്പനെ പറ്റിക്കായിരുന്നല്ലെന്ന് ചോദിക്കാണ്. അമ്മ അത് പിന്നെ അന്നത്തെ സിറ്റുവേഷനിൽ ശ്രുതിക്കൊരു ബിസിനസ് തുടങ്ങാണ്ടല്ലേ അമ്മയെന്ന് ചോദിക്കാണ്. ചന്ദ്ര അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ബിസിനസ് തുടങ്ങണമെങ്കിലേ സ്വന്തം കാശിന് അധ്വാനിച്ചു വേണം തുടങ്ങാനായിട്ട്, അല്ലാതെ അത് എന്റെ കാശുകൊണ്ടല്ല. ആ കാശ് ഈ 3 പേർക്കും അവകാശപ്പെട്ടതാ, അല്ലാതെ അത് ശ്രുതിക്ക് മാത്രമുള്ളതല്ല. ഇത്രയും കള്ളത്തൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഇത്രയും കാലം പിടിച്ചിരുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. എവിടെ നിന്നാ ശ്രുതി നീ കള്ളമൊക്കെ പഠിച്ചതെന്ന് ചോദിക്കാണ് അച്ഛൻ. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ അതിനല്ലേ കള്ളങ്ങളുടെ ഹോൾസെയിൽ മാർക്കറ്റോട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ പൗഡർ എടുത്ത് അന്നേരം ഫ്രോഡാണെന്ന്. ഈ ഫ്രോഡ് കൂടെ ഉള്ളപ്പോ പിന്നെ ഇവന് ഫ്രോഡ് ചെയ്യാനാണോ പാട് എന്നും ചോദിച്ച് സച്ചി കളിയാക്കുന്നുണ്ട്. ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോഴേക്കും അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തായാലും ഇത്രയും കാലം എല്ലാവരും മറച്ചു വെച്ചല്ലോ, അല്ലയുടെ സച്ചിമാനെ നീ എങ്ങനെ അറിഞ്ഞോന്ന് ചോദിക്കാണ്. രേവതി പെട്ടെന്ന് സച്ചിയുടെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. അച്ഛാ ഞാനേ ഇപ്പൊ വെള്ളം എടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാ, രണ്ടുപേരും മുറിയിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ശ്രുതിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടി എന്നാലും ചന്ദ്രയുടെ കയ്യിൽ നിന്നും ശ്രുതിക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ അച്ഛന്റെ കാശാണെന്നുള്ള കാര്യമൊക്കെ എല്ലാവരും മനസ്സിലാക്കിയല്ലോ. നമ്മുടെ അച്ഛന്റെ കാശ് കൊണ്ടാണ് ആ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇനി ആ സ്ഥാപനത്തിന് മുതലാളി എന്റെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഷോക്കായി നിൽക്കാണ് ശ്രുതിയും. എന്താടാ നിനക്ക് എന്തെങ്കിലും എതിർപ്പ് പറയാനുണ്ടെന്ന് സച്ചി ചോദിക്കുമ്പോൾ ശ്രുതിയൊന്നും മിണ്ടാ നിൽക്കാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ രവീന്ദ്രനെ കൊണ്ടുപോയിട്ട് ആ ബിസിനസ്, അതായത് ആ ഹോം അപ്ലയൻസസിന്റെ ആ ഒരു മുതലാളിയുടെ കസേരയിൽ കൊണ്ടുവന്ന് രവീന്ദ്രനെ ഇരുത്തുന്നുണ്ട് സച്ചി. അച്ഛാ ഇനി മുതൽ അച്ഛനോട് ഇരിക്കേണ്ടത്, അല്ലാതെ ഈ ഓടുകാലിയല്ല. ഇവനെ ഇതും കൂടെ ചുരുട്ടിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടും, അതുകൊണ്ട് ഇനി ഇതിന്റെ അവകാശി അച്ഛൻ തന്നെയാ. അച്ഛന് റിട്ടയർമെന്റ് കാശുകൊണ്ടാ ഇത്ര നല്ല സ്ഥാപനം അച്ഛന് കിട്ടിയെന്ന് ഓർത്താ മതി. എന്തായാലും ഇവരത് വളർത്തി ഇത്രയും ആക്കിയല്ലോ, അത് തന്നെ സമാധാനം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇരിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കാണ് ശ്രുതിയും. അപ്പൊ ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.